അതെ, നമ്മളിന്ന് ഗുരുവായൂർ പോകുന്നതാണ്. അപ്പോൾ ഞാനും അച്ഛനും ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിൻഡോൻ്റെ ഔട്ട്സൈഡിലുള്ള വ്യൂ ആണ് കാണിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ അമ്മേൻ്റെ മുഖമാണ് കാണിച്ചത്. അമ്മ മാത്രമല്ല, എൻ്റെ ഫാമിലി മുഴുവൻ ഉണ്ട്. അപ്പോൾ അവരുടെ മുഖം ഞാനിപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ കപ്പലണ്ടി വന്നപ്പോൾ ഞാൻ കപ്പലണ്ടിയും വാങ്ങിച്ചു. പേപ്പറിൽ പൊതിഞ്ഞ് കിട്ടിയതാണ് വാങ്ങിയത്. പേപ്പറിലുള്ളതാണ്. അപ്പം ഞാനത് തിന്നു. നോക്കുമ്പോൾ ആ കടലേൻ്റെ എല്ലാ തോലും അവിടെ മുഴുവനും തീർച്ചയായി. ഞാൻ വിൻഡോൻ്റെ പുറത്തുള്ള വ്യൂ ഞാൻ സ്ലോ മോഷനിൽ എടുത്തതാണ്. ഇതാണ് എൻ്റെ ഏച്ചി, ഇതാണ് എൻ്റെ അച്ഛമ്മ. അപ്പം ഞാൻ മുടിയെല്ലാം നോക്കി, ഫോണിൽ മുടിയെല്ലാം നോക്കി സെറ്റാക്കി വെച്ചാണ്. ലിപ്സ്റ്റിക്കെല്ലാം പോയി എന്താക്കാനാ. അപ്പതേ ട്രെയിനിലെ നീണ്ട യാത്ര കഴിഞ്ഞ് ബസ്സിലെത്തിയിട്ടുണ്ട് ഗായ്സ്. ഇപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചതെന്ന് വെച്ചാൽ ഒരു ഹോട്ടൽ, വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി കഴിച്ചു. എന്നിട്ടാണ് ബസ്സിൽ കയറിയത്. അപ്പോൾ ആ ഹോട്ടലിൽ നമുക്ക് ഒരു മെൻഡോസിൻ്റെ ബബിൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങിച്ചു. ഞാനത് പൊട്ടിച്ചപ്പോൾ എന്നെ ആശ്ചര്യപ്പെടുത്തിപ്പോയി. അത് കേടാക്കി വെക്കാതിരിക്കാം. ഇങ്ങനെ ഒരു സാധനം കണ്ടേ, നമ്മൾ ഡ്രസ്സിൻ്റെ കൂടെ എല്ലാം കിട്ടും, സ്മെല്ലുണ്ടാവേ. ഇത് കേടാവാണ്ടിരിക്കാൻ വെച്ചതാന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഒരു മെൻഡോ എടുത്ത് നോക്കും. അപ്പം ചെറിയ കുത്ത് പോലെ ബ്ലൂ കളറും പിന്നെ ഒരു സാധാ മെൻഡോ പോലെ വൈറ്റുമാണ്. അപ്പം ഞാൻ നേരത്തെ വായിലിട്ടു. അപ്പം നമുക്കിത് ഐശ്വര്യമായിട്ട് അമ്മേൻ്റെ വായിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അമ്മയ്ക്ക് ഇഷ്ടമായെന്ന് ചോദിച്ചാൽ ഭയങ്കര ഇഷ്ടമായി. നമ്മൾ നീണ്ട ഉറക്കത്തിന് ശേഷം എണീറ്റു. ഭയങ്കര ആവുകയാണ്. ഞാൻ സമയം നോക്കിയപ്പോൾ 5 മണിയെല്ലാം കഴിഞ്ഞു. 6 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഒരു നീണ്ട ബസ്സും ട്രെയിനും യാത്രയ്ക്ക് ശേഷം നമ്മളിതാ ഗുരുവായൂരെത്തി. നമ്മളിപ്പോൾ ഒരു ഡോട്ട് പഞ്ചാബിൽ പോവുകയാണ്. പിന്നെ ഇപ്പം ഗുരുവായൂർ അങ്ങോട്ടാണ്, നമ്മളങ്ങോട്ടാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് ലോഡ്ജ് എടുക്കാൻ പോവാണ്. ലോഡ്ജ് എടുത്ത് ഫ്രഷായി ബസ് മാറുന്നില്ല, ഫ്രഷായി നമ്മൾ അമ്പലത്തിൽ പോകുന്നതാണ്. അങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങളിപ്പോൾ ശരിക്കും അച്ഛനും കൂടി ലോഡ്ജിൻ്റെ കാര്യം സെറ്റാക്കാൻ പോയിട്ടുണ്ട്. അതെ, അച്ഛനും അച്ഛമ്മയും ലോഡ്ജ് നോക്കാൻ പോയി. അപ്പോൾ ഞാൻ ഫോൺ നോക്കി മുടിയെല്ലാം സെറ്റാക്കിയിരുന്നു. അച്ഛനും അച്ഛമ്മയും കൂടി പോയി ലോഡ്ജെല്ലാം സെറ്റാക്കി. ഇത് ലോഡ്ജത്തെ പോലത്തെ പിക്ചറാണ്. നല്ല ഇഷ്ടമായി എനിക്ക്. നല്ലൊരു രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ ലിഫ്റ്റിലെല്ലാം കയറി നമ്മൾ റൂമിലെത്തി. ഇതാണ് നമ്മുടെ ബെഡ്റൂം. നല്ല സ്പേസ് ഉണ്ട്. നോക്കി എനിക്ക് ഉരുണ്ടാനും തലകുത്തി വരാനും ഒക്കെ സ്ഥലമുണ്ട്. അപ്പോൾ വീണ്ടും കാണാം.